ഇതാണ് സ്പീഡ് റാമ്പ് എന്ന് പറയുന്നത്. ഒരു എഡിറ്റിംഗ് ടെക്നീക്ക് തന്നെയാണ്. ഒരു ക്ലിപ്പിന്റെ മൊത്തം സ്പീഡ് നോർമലിൽ പോകുന്നതിന് പകരം ചില സ്ഥലത്ത് മാത്രം സ്ലോ മോഷൻ കൊടുക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് സ്പീഡ് റാമ്പ് എന്ന് പറയുന്നത്. ഒരു സീനിനെ കൂടുതൽ സിനിമാറ്റിക്കോ ഡ്രമാറ്റിക്കോ ആക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മെയിൻലി ഹൈലൈറ്റിലോ സ്പോർട്സിലോ ആക്ഷൻ സീൻസിലൊക്കെയാണ് ഈ മെത്തേഡ് യൂസ്ഫുൾ ആയി വരുന്നത്. ഉദാഹരണത്തിന് പെലെ സിസർകട്ട് അടിക്കുന്നു, ലുക്മാൻ ടോയിനോനെ തല്ലുന്നു, മോഹൻലാൽ ചാടി വരുന്നു. ഇതൊക്കെ സ്പീഡ് റാമ്പിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ക്യാപ്കട്ടിൽ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ക്യാപ്കട്ട് ഓൺ ആക്കിയിട്ട് അതിനകത്ത് ക്ലിപ്പ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈം ലൈനിലേക്ക് നമ്മൾ ക്ലിപ്പ് എടുത്തിടാം. അത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് സ്പീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ കർവ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കാണുന്നത്. അതിനകത്ത് കർവ് യൂസ് ചെയ്ത് നമുക്ക് സ്പീഡ് റാമ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രീമിയർ പ്രോയിൽ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണാം. പ്രീമിയർ പ്രോയിൽ നമ്മൾ ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലിപ്പിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു FX എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ റൈറ്റ് ക്ലിക്ക് ഞെക്കി കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിൽ ടൈം റിമാപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ സ്പീഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ക്ലിപ്പ് സ്പീഡിൻ്റെ ഡയറക്ഷനിലേക്ക് മാറിക്കോളും. നമുക്ക് എവിടെയാണോ സ്പീഡിൽ മാറ്റം വരുത്തേണ്ടത് അവിടേക്ക് നമ്മൾ ക്ലിപ്പിനെ കൊണ്ട് വെച്ചതിന് ശേഷം കൺട്രോൾ പ്ലസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കീ ഓപ്ഷൻ അവിടെ അവൈലബിൾ ആവും. പിന്നെ എവിടെയാണോ നമുക്ക് അവസാനം വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത കീ അവിടെ അവൈലബിൾ ആവും. ഇനി ഇൻ ബിറ്റ്വീൻ അവിടെയായിട്ട് നമുക്ക് ഒന്ന് താഴത്തേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സ്ലോ മോഷൻ ആ വശത്ത് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ട് വരും. നമുക്കിനി പ്ലേ ചെയ്ത് നോക്കാം. ഈ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ക്ലിപ്പിനെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കാൻ പറ്റും. മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കും.